ഒബിയസ്ലി ആദ്യത്തെ ഒരു വീഡിയോ അത് എന്തായാലും ഫ്ലോപ്പ് ആവുമായിരിക്കും. ആൾക്കാരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത് പാട്ട് പാടുന്നതാണോ, ഡാൻസ് കളിക്കുന്നതാണോ, ആക്ട് ചെയ്യുന്നതാണോ, നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. സുഖമിതു മറയരുതിനിയൊരു പിറവി വരെ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഈ റീൽസ് വെറും 50ഉം 100ഉം വ്യൂസിന് വേണ്ടി എന്തിനാണ് ഇങ്ങനെ വ്ളോഗ് ചെയ്ത് നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇടുന്നത്. എൻ്റെ ഒരു ബേസിക് ഇതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പ്രൊസീജിയർ വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഇതിന് വീഡിയോ എടുക്കുന്നതാണേലും ഈ പറയുന്ന ചെറിയ ആക്ഷൻ ക്യാമറാസ് വാങ്ങിച്ച് അതിൻ്റെ റിവ്യൂ ഇടുന്നത് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എനിക്കെന്തോ ആ പ്രോസസ്സ് ഇഷ്ടപ്പെടുന്നത്. വോയിസ് ഓവർ കൊടുക്കുന്നത് എനിക്കിഷ്ടമാണ്. ഞാൻ ആദ്യം തുടങ്ങിയപ്പോഴത്തേക്ക് ഇതിൽ പകരം ശോകം എന്നെ കൊണ്ട് ഒരു വാക്ക് പറയാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അപ്പം ബട്ട് എന്തോ ആ പ്രോസസ്സ് എനിക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാവുന്നു. പക്ഷെ എനിക്കത് എന്നിൽ നിന്ന് അങ്ങോട്ട് അത് പേടി കാരണം പറയാൻ പറ്റുന്നില്ലായിരുന്നു. ബാഡായിട്ടുള്ള വീഡിയോസ് കുറേ ഇട്ടിട്ട് ഇപ്പം ആ നാണവും ആ പരാജയവും അല്ലെങ്കിൽ അതെല്ലാം അനുഭവിച്ച് ഞാനിപ്പോൾ ഒരു നല്ല സോണിലെത്തിയിരിക്കുന്നു. ഇപ്പം ആദ്യം നമ്മൾ ഒരു കണ്ടന്റ് ഇടുമ്പോൾ നമ്മുടെ വോയിസ് വരെ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം അതെല്ലാം മാറി ഇന്നിപ്പോൾ നമ്മളൊരു എന്നാ പറയുക, നമ്മുടെ തന്നെ സ്കിന്നിൽ, നമ്മുടെ തന്നെ വോയിസിൽ, നമ്മുടെ തന്നെ ഫേസിൽ നമ്മൾ കംഫർട്ടബിൾ ആവുന്ന ഒരു ലെവലുണ്ട്. ഈ ലെവലിൽ എനിക്കൊന്നും ഒരു പ്രായം എത്തുമ്പോഴാണ് നമ്മൾ ഈ കംഫർട്ട് സോണിലേക്ക് എത്തുന്നത്. അതാണ് ഈ ഓൾഡർ ഏജിൻ്റെ ഒക്കെ ഒരു ബെനിഫിറ്റ് എനിക്ക് തോന്നുന്നത്. കാരണം 34 ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതല്ലാതെ നമ്മൾ നാളെ ആൾക്കാരെന്ത് ചിന്തിക്കും, അയ്യേ ഇത് ആരെങ്കിലും കളിയാക്കോ, അല്ലെ കൂട്ടുകാരോ അല്ലെ റിലേറ്റീവ്സ് എന്ത് ചിന്തിക്കുന്നോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കത്തില്ല. കാരണം നമുക്ക് സന്തോഷം തരുന്നുണ്ട്. അതിപ്പം നമുക്കൊരു മേക്ക് സെൻസ് ചെയ്യുന്നുള്ള ഒരു കാര്യം ആയതുകൊണ്ട് നമ്മളത് ഹാപ്പി ആയിട്ട് മുമ്പോട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പം എൻ്റെ യങ്ങർ ഏജിലൊക്കെ എനിക്ക് ഇതൊക്കെ അറിയാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ഇത്ര ഇതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാതെ കണ്ടന്റൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നെന്ന് ഞാൻ ഇപ്പം ചിന്തിക്കാറുണ്ട്. യങ്ങറായിട്ട് ഉള്ള ആൾക്കാർ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ആൾക്കാരെന്ത് ചിന്തിക്കുന്നു എന്നുള്ളതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത് പാട്ട് പാടുന്നതാണോ, ഡാൻസ് കളിക്കുന്നതാണോ, ആക്ട് ചെയ്യുന്നതാണോ, നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക. ആദ്യത്തെ ഒരു വീഡിയോ അത് എന്തായാലും ഫ്ലോപ്പ് ആവുമായിരിക്കും. അല്ലെങ്കിൽ കാരണം നമ്മൾ പഠിച്ചു വരുന്ന ഒരു കാര്യം, എന്ത് കാര്യങ്ങളും നമ്മൾ പഠിച്ചു വരാൻ നമുക്ക് തന്നെ സമയം കൊടുക്കുക. ഫെയിലാകുന്നതിൽ ഒരു മടിയും കാണിക്കരുത്. നമ്മുടെ വോയിസ് നമുക്ക് ചിലപ്പോൾ ആദ്യം ഇടുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. നമ്മളത് ലേൺ ചെയ്ത് മുമ്പോട്ട് പോകാന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് അത്രയും അതിനോടൊരു പാഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് ആ ഫെയിലിയറൊക്കെ ഒരു ലേണിംഗ് കർവ് ആയിട്ട് എടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോകും. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം എനിക്കിതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. ആർക്കെങ്കിലും ഇത് കണ്ട് ഒരു പ്രചോദനം കിട്ടട്ടെ. അടുത്തൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു സംതിങ് എന്താ പറയുക, നല്ലൊരു ഹാബിറ്റാണിത്. നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് ഇച്ചിരി കൂടി സ്ട്രെസ് ഫ്രീ ആവും. നമ്മൾ അല്പം കൂടി എൻജോയ് ചെയ്യും ലൈഫിൻ്റെ പ്രോസസ്സ്. അല്ലെങ്കിൽ ജോലി, വീട് ബോറിംഗ് ആവും. ഫൈൻഡ് യുവർ പാഷൻ ആൻഡ് ഗോ ആഫ്റ്റർ ഇറ്റ്. ബൈ ബൈ.